ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോണൊരു ചൂരമീൻ കോക്കനട്ട് മിൽക്ക് കറിയാണ്. അതായത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്, ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറുനാരങ്ങേൻ്റെ നീര് കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 സ്പൂൺ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. ഒരു മണിക്കൂറോളം കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഫ്രൈ പാനിൽ വറുത്ത് കോരിയെടുക്കുക. വറുത്ത് കോരിയെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇത്തിരി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ, 3 ഗ്രാമ്പ്, 3 പട്ട, പിന്നെ 3 കഷ്ണം, പിന്നെ 3 ഏലക്കായ ഇത് ചതക്കിയിട്ട് അതിലേക്കിടുക. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക്, പിന്നെ 2 വലിയ സവാള, പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വെന്തെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇതിട്ട് നന്നായിട്ട് ഉള്ളി വാട്ടിയെടുക്കുക. ഉള്ളി നന്നായി വാടിയെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കോരിയെടുത്തതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഇതിലൊഴിച്ചതിന് ശേഷം കുടംപുളി വെള്ളത്തിലിട്ടത് ഒരു 3-4 കഷ്ണം കുടംപുളി ഉണ്ടാവും, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാലിൻ്റെ കട്ടില്ലാത്ത പാലുണ്ടല്ലോ, ആദ്യത്തെ ആ പാൽ, കട്ടില്ലാത്ത ലാസ്റ്റത്തെ പാൽ അത് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം മീനിട്ട് കൊടുക്കുക. പിന്നെ കട്ടിയുള്ള പാൽ ഒഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ്. നല്ല അടിപൊളി കറിയാണ്. നെയ്ച്ചോറുകൾക്കും പിന്നെ സാദാ ചോറുകൾക്കും പൊറാട്ടയൊക്കെ എല്ലാത്തിനും പറ്റും. എന്നിട്ട് നമ്മൾക്ക് സാദാ പോലെ തന്നെ ഉള്ളി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഇത്തിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയിൽ. പിന്നെ ഒന്ന് ഉണക്കമുളകൊക്കെ മുറിച്ച് കരിവേപ്പിലയിട്ട് വറവിടുക. അടിപൊളി ടേസ്റ്റ് രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം.